മള്ളിയൂർ തിരുമേനിയുടെ കഥ പറയാറുണ്ട്. ഞാൻ തന്നെ അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഗുരുവായൂർ തൊഴാൻ പോയി ഇത്രേ. അപ്പം അദ്ദേഹത്തെ കണ്ട സമയത്ത് ഗുരുവായൂരിലുള്ള ആൾക്കാർക്കും അദ്ദേഹത്തെ പരിചയമുള്ളത് കൊണ്ടും അത്ര വലിയ ആചാര്യനാണെന്ന് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തെ സ്പെഷ്യലായിട്ട് വിളിച്ച് തൊഴിച്ചു. സുഖമായിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ കണ്ടു. പാവം ഭാര്യ വന്ന സമയത്ത് ഈ തിരക്കിന് ഇടയിൽപ്പെട്ടിട്ട് ഒന്നും കണ്ടില്ല. അത്ര ഒറ്റ ഉന്തലാത്ര ഉണ്ടായത്. അങ്ങനെ തെറിച്ചു പോയി പാവം. വീട്ടിലില്ലത്ത് തിരിച്ചു വന്നിട്ടും ഭാര്യയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. തിരുമേനി ചോദിച്ചു അത്രേ, എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കണേ, ഗുരുവായൂരപ്പനെ കണ്ടിട്ട് എന്താണ് മുഖമൊന്നും തെളിയാത്തത്? അതിനാര് ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് ചോദിച്ചു അത്രേ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ, നിങ്ങളൊക്കെ തൊഴിക്കാനും കൊണ്ടായി പ്രസാദം തരാനൊക്കെ കുറെ ആൾക്കാരുണ്ട്, നമ്മളൊക്കെ പാവങ്ങളാണേ, നമ്മളെന്നും തൊഴിക്കാൻ ആരും ഇല്ലല്ലേ എന്ന് പറഞ്ഞു അത്രേ. അപ്പം അദ്ദേഹം ഒരു കലഹം വേണ്ട, ആശ്വസിപ്പിക്കാമെന്ന് കരുതിയിട്ട് പറഞ്ഞു അത്രേ, നമുക്ക് അടുത്തൊരു തവണ വൈകാതെ ഗുരുവായൂർക്ക് പോവാം. എടുത്ത വഴിക്ക് അമ്മ പറഞ്ഞു എന്നാണ്, ഇനി മേലാൽ അയാളെ കാണാൻ ഞാൻ അങ്ങോട്ട് പോവില്ല, അയാൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരട്ടെ. ഇത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹം ചിരിച്ചു ഉത്തര തിരുമേനി. കാരണം അദ്ദേഹത്തിന് അറിയാതെ അത് നടക്കുന്നു. അക്കാലത്ത് മള്ളിയൂർ വെച്ച് നടന്നിരുന്ന വലിയൊരു ഭാഗവത സത്രത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരിന്ന് ഗുരുവായൂരപ്പന്റെ ചതുർബാഹു വിഗ്രഹത്തിലുള്ള സപ്താഹവേദിയിലേക്കുള്ള വിഗ്രഹം ഗുരുവായൂരിന്ന് മള്ളിയൂരിലേക്ക് എഴുന്നള്ളിച്ചു അത്രേ. രഥഘോഷയാത്രയായിട്ട് പല സ്ഥലത്തും സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് ഈ രഥം മള്ളിയൂരിന്റെ ഇല്ലത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് ഇങ്ങനെ കാണുകയാണത്രേ ദൂരെയെന്ന്. ഉടനെ അടുക്കളയിൽ വിളിച്ച് ഭാര്യയെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞത്രേ, അതാ നിന്നെ കാണാൻ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരണു. ആണ് മഹത്വം. ജ്യോതിഷ ആത്മീയ അറിവുകളും ക്ഷേത്രവാർത്തകളും അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.